ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്ന സമയമായതുകൊണ്ട് ഇതിനു വേണ്ടി 3/4 കിലോ എല്ലോട് കൂടിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് ചേർക്കുന്നതിന് വേണ്ടി ഒരു 10-12 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതൊന്ന് മുറിച്ച് ചേർക്കാം. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് വരാം. തരിതരിയായിട്ട് വേണം അരച്ചെടുക്കേണ്ടുന്നത്. ഇത്രയൊക്കെ അരയണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പുപൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി മല്ലിയിലയും കൂടെ അരച്ചത്, പുളിയില്ലാത്ത തൈര് 1 ടീസ്പൂൺ, ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസും കൂടെ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. അത് വരത്തേക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു കോഴിമുട്ട ഉടച്ച് ചേർത്തതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ റവ, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് തരിയില്ലാതെ കലക്കിയെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇതങ്ങ് ലൂസായി പോവും. ഇനി ഇതിലേക്ക് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇനി കുറച്ച് ഉപ്പുപൊടിയും കൂടെ ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ അളവിൽ. മൊത്തം 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇതുപോലൊന്ന് ലൂസായിട്ടിരിക്കണേ. ഇത് അടച്ച് നമുക്ക് 1 മണിക്കൂർ വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, കൂടെ 1 ടീസ്പൂൺ വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളം ആവരുത്, ഈ ഒരു പാകത്തിൽ കലക്കിയെടുക്കണം. ചിക്കൻ വറക്കുന്നതിന് വേണ്ടി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായ ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും മീനും ഒക്കെ എപ്പോഴും വെളിച്ചെണ്ണ വറക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. പിന്നെ ഓരോർക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഒരുപാട് ചിക്കൻ കഷ്ണങ്ങൾ അങ്ങ് നിരത്തി വയ്ക്കരുത്, കുറച്ച് സ്പേസ് ഇട്ട് വേണം വയ്ക്കേണ്ടുന്നത്. 2 പ്രാവശ്യമായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയിടാം. ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതേപോലെ ബാക്കി ചിക്കനുകളും തിരിച്ചിടാം. നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട ശേഷം 2-3 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയും വേണം. ചില സൈഡ് ഭാഗമൊക്കെ മൂക്കാനുണ്ടായിരിക്കും, അപ്പോൾ ആ ഭാഗം മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നടുഭാഗമൊക്കെ മൂക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉരുളൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരും. ഇനി ഇതെടുക്കാം. ചിക്കൻ വറക്കുന്നതിന് വളരെ കുറച്ച് എണ്ണ ആകത്തുള്ളൂ. നമ്മൾ ആദ്യം ഇട്ട് ചിക്കനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ പൊടിയെല്ലാം കോരി എടുത്ത ശേഷം ബാക്കിയുള്ള ചിക്കനും കൂടെ വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ചിക്കനും വറുത്തെടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ ചിക്കൻ വറുത്തതിൻ്റെ ബാക്കി വന്ന എണ്ണയിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന എണ്ണയാണ്. ഇതിലേക്ക് 5-6 ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള പൊടിയായിട്ട് അരിഞ്ഞാലും മതി, ഒരുപാട് വേണ്ട, ഇത്രയും മതി. 10 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് ഒന്ന് ചതച്ചതും കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ ശേഷം ചതച്ചെടുത്താൽ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കാം. കൂടെ തന്നെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കണം. അധിക സമയമൊന്നും ഇളക്കേണ്ട, ഒരു 4-5 മിനിറ്റൊക്കെ ഇളക്കി കഴിയുമ്പോൾ ഒരു ജെല്ല് രൂപത്തിൽ വരും. ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളിട്ട് ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കുന്ന പോലെ ഒന്ന് പുരട്ടിയെടുക്കണം. ഇപ്പോഴൊരു ജെല്ല് രൂപത്തിലായിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. വെറൈറ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കഷ്ണത്തെ 2ആയിട്ട് മുറിച്ചെടുക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.